ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും പ്രസ് ആക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഞാനൊരു റെസിപ്പിയും ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വടേൻ്റെ റെസിപ്പി കേട്ടോ. നമ്മൾ ഹോട്ടലിലെല്ലാം പോയിട്ട് കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഉഴുന്ന് വടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ മോൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മളിതാ മോന് സ്കൂളിലേക്ക് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹെയർ കട്ടിന് വേറെ ഒരു സ്റ്റൈലിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാ ഹെയർ കട്ടെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല തിരക്കായിട്ടാണ് ഉള്ളത്. കിഡ്സിൻ്റെ ഈ ഒരു സെക്ഷനിൽ മാത്രം അത്ര ആളൊന്നുമില്ലേനു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ലേഡീസ് ആണ് കൂടുതലുള്ളത്. പിരിയം പ്ലക്കാക്കാനും അങ്ങനെ കുറേ കുട്ടികളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടെ നല്ല തിരക്കേനു. അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോക്കാന്ന്. ഉണ്ടല്ലോ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുണ്ടല്ലോ വെള്ളത്തിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ രാവിലെ ഒരു 4 മണി ആ ഒരു ടൈമിലാണ് ഇത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് 1 മണിക്കൂർ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് നന്നായിട്ട് സ്റ്റോക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് തരിതരപ്പൊന്നും ഇല്ലാണ്ട് നല്ല അരച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും തോന്നുക. ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നാൽ ആ പെർഫെക്റ്റ് റെസിപ്പി ആവുക. ഇപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കലാണ്. ഇതേപോലെ തന്നെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു 1 hours റെസ്റ്റ് ആക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊരു ചട്നി ഉണ്ടാക്കലാന്ന്. സിമ്പിൾ ഈസി ചട്നിയാന്ന്. എന്നിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് പുതിന, മല്ലി, അതും എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കലാന്ന്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അധികം ലൂസാകാനായിട്ട് പാടില്ല. ഇത് നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് ഈസിയാണ്, എന്നാൽ പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ടീസ്പൂണ് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് തന്നെ 1 ടീസ്പൂണിന് ഉഴുന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല കട്ടിയിലായിക്കോട്ടെ, കട്ടി അധികം കുറയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതൊന്നും തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. ഇത് നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കട്ട തൈര് ഉണ്ടാവില്ലേ, അതിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പം ഉഴുന്നുവട റെഡിയാക്കി എടുക്കലാന്ന്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന വെളിച്ചെണ്ണയിലോട്ടേക്ക് ഉഴുന്നുവടേൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കുറച്ച് വെള്ളം കൈമേലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മാവെടുത്തിട്ട്
ഈ ഒരു ഷേപ്പിൽ ഉഴുന്നുവടേൻ്റെ ഷേപ്പെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാട്ടോ ചെയ്യുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കുക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇത്. എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ക്രിസ്പിനെസ്സും എല്ലാം ഉണ്ടാവും. കുറച്ച് ടൈം വെച്ചാലും ആ ഒരു ക്രിസ്പിനെസ് പോകുമൊന്നുമില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ പ്ലെയിനായിട്ടുള്ളതാണ് ആക്കിയത്. ഇതിൽ കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടോ അങ്ങനെയെല്ലാം ആക്കുന്നതെല്ലാം കാണാം. ഞാനിപ്പോൾ പ്ലെയിനായിട്ടാണ് ആക്കിയത്. നെക്സ്റ്റ് റെസിപ്പീസായിട്ടും വ്ളോഗ്സെല്ലാം ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.